നമസ്കാരം. 2 വർഷത്തിന് ശേഷം മകനെ കണ്ട സന്തോഷത്തിൽ അമ്മയും കാണാതായ അമ്മയെ കണ്ട സന്തോഷത്തിൽ മകനും. കൊല്ലത്ത് നിന്നുള്ള മനോഹരമായൊരു വാർത്തയാണ് ഇന്ന് വരുന്നത്. 2024 ഡിസംബർ 31-നാണ് തിരുവനന്തപുരം ബാലരാമപുരം വെടിവെച്ചാൻ കോവിൽ ഗാന്ധിനഗറിൽ ബിന്ദു എന്ന 57-കാരിയെ കാണാതെയാകുന്നത്. മാനസിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന കാരണങ്ങളാൽ ബിന്ദു വീട് വിട്ടു പോവുകയായിരുന്നു. ബിന്ദുവിനായി ഭർത്താവും മക്കളും ഒക്കെ തെരച്ചിൽ നടത്തുകയും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളും നൽകിയിരുന്നു. എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 1.5 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ബിന്ദുവിനെ അന്ന് പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും ചേർന്ന് കണ്ടെത്തിയിരുന്നു. മേൽവിലാസമോ മറ്റു രേഖകളോ ഇല്ലാത്തതിനാൽ ഇരവിപുരത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിന്റെ ഒരു റീൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ഇത് സാമൂഹിക മാധ്യമത്തിൽ കണ്ട ബിന്ദുവിന്റെ ബന്ധു ഇവരെ തിരിച്ചറിയുകയും ബിന്ദുവിന്റെ മകനെ കാണിക്കുകയും മകൻ തിരിച്ചറിയുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തു. ഉടൻ തന്നെ പോലീസ് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷിനെ ബന്ധപ്പെടുകയും പിന്നീട് അഭയത്തിൽ ബന്ധുക്കളും പോലീസും എത്തിച്ചേർന്ന് ബിന്ദുവിനെ കാണുകയും ചെയ്തു. മകനെ കണ്ടതോടെ ഏറെ സന്തോഷത്തിലായ ബിന്ദു മകനെ കെട്ടിപ്പിടിച്ചു. അഭയത്തിന്റെ നടത്തിപ്പുകാരി ബെറണിക്ക സഫർനോസ്, ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേഷ്, ബാബുശ്യാം, ഷാജി, നറിയാമോട് പോലീസ് സ്റ്റേഷനിൽ അഡീഷണൽ SI അനിത എന്നിവരുടെ സാന്നിധ്യത്തിൽ ബിന്ദുവിനെ അഭയത്തിന്റെ നടത്തിപ്പുകാരി ബെറണിക്ക സഫർ കൈമാറി. 2024 ഡിസംബർ മാസം സന്ധ്യയോടുകൂടിയാണ് ബിന്ദുവിന് വനിതാ സെൽ പോലീസ് സ്റ്റേഷൻ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് ഇത്രയും സന്തോഷമായിട്ട് നിന്ന് ഇപ്പം ഞങ്ങൾ തേജസ് ബ്യൂട്ടി പാർലറിന്റെ ഒരു ഫുഡും ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ റിലീസ് വരെ എല്ലാവരും കൂടി അങ്ങോട്ട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്ക് മകൻ കണ്ടുപിടിച്ച് ഈ അമ്മ ഇവിടെ ഉണ്ടെന്ന്. മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നതാണ് ബാലരാമപുരത്ത്. പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ച് ആ ഫേസ്ബുക്കിലൂടെ കണ്ടുപിടിച്ചിട്ട് ഇപ്പം അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസും ഇവിടുന്ന് ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഗണേഷ് ബ്രദർ, ബാബു എല്ലാവരുമായിട്ട് ഇവിടെ വന്ന് ശ്യാമൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പൊ ഇവരെ തിരിച്ചു കൊടുക്കുകയാണ്. സന്തോഷത്തോടെ ഈ മകളെ കൊടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മകനെ പോലീസിനെ ഏൽപ്പിക്കുന്നു. അമ്മയുടെ പേര് ബിന്ദു എന്നാണ്. അപ്പം 1.5 കൊല്ലമായിട്ട് മിസ്സിംഗ് ആണ്. ഇതുവരെ കേസൊക്കെ കൊടുത്തിട്ട് ഇതുവരെ ഒരു അറിവില്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഒരു ഫംഗ്ഷന്റെ വീഡിയോ റീൽസിനകത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴാണ് അമ്മ അതിനകത്ത് കാണാനിടയായതും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ വന്ന് അമ്മയെ വിളിച്ചോണ്ട് പോകുന്നത്. 1.5 കൊല്ലം കൊണ്ട് അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴാണ് അറിയുന്നത്. സന്തോഷമായി. എന്തായാലും അമ്മ തിരിച്ചിട്ടില്ല, വലിയ സന്തോഷം. അവരോട് അന്വേഷിച്ചായിരുന്നു. അതെന്തോ കൊണ്ടുപോകും.